നമ്മൾ കുറച്ചു പേരെങ്കിലും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് കൂർക്കം വലി. ഒരുപക്ഷെ നമുക്കായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർക്കായിരിക്കാം. അപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും എന്താണ് ഈ കൂർക്കം വലി? എല്ലാവർക്കും ഫിദാസ് ഡെസ്കിലേക്ക് സ്വാഗതം. നമുക്ക് ദൈവം തന്നൊരു കഴിവാണ് ഉറങ്ങുമ്പോൾ എല്ലാ മസിൽസും വളരെ റിലാക്സ്ഡ് ആകുന്നത്. അതുകൊണ്ട് ശ്വാസനാളത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ഈ മസിൽസ് ഒക്കെ റിലാക്സ് ആയിരിക്കുമ്പോഴാണ് അത് അറിയുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. എന്താണ് കൂർക്കം വലി അല്ലെങ്കിൽ സ്നോറിങ്? നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ അപ്പർ എയർവേസിൽ ഉണ്ടാകുന്ന വൈബ്രേഷനാണ് കൂർക്കം വലിയായിട്ട് കേൾക്കുന്നത്. അപ്പർ എയർവേസിൽ എവിടെയെങ്കിലും തടസ്സം സംഭവിക്കുമ്പോഴാണ് ഈ വൈബ്രേഷൻ ഉണ്ടാകുന്നത്. ഉദാഹരണമായിട്ട് മൂക്കിൽ എന്തെങ്കിലും ഫോളിപ്സ് വളരുമ്പോൾ, അതായത് ഈ ദശയൊക്കെ വളരുന്ന സമയത്തും അതുപോലെ മൂക്കിന് എന്തെങ്കിലും വളവൊക്കെ ഉള്ളപ്പോഴൊക്കെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നമ്മുടെ മൂക്ക് തൊട്ട് വോക്കൽ കോഡ്, അതായത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന അവയവം, ഇതിരിക്കുന്നതിന് തൊട്ട് മുകളിൽ വരെയാണ് അപ്പർ എയർവേസ് എന്ന് പറയുന്നത്. ഈ ഒരു പോർഷനിൽ എന്തെങ്കിലും ബ്ലോക്ക് സംഭവിച്ചാൽ അത് വൈബ്രേഷൻ ഉണ്ടാകാനും കൂർക്കം വലിയായിട്ട് പുറത്തേക്ക് വരാനുമാണ് ഇടയാകുന്നത്. കൂർക്കം വലി ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണ്? നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് മസിൽസ് എല്ലാം റിലാക്സ്ഡ് ആയിരിക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കഴുത്തിലെ മസിൽസും റിലാക്സ് ചെയ്തിരിക്കും. ഈ ഒരു സമയം നമ്മുടെ അപ്പർ എയർവേസിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ മൂക്കിൽ എന്തെങ്കിലും ദശയൊക്കെ വളരുന്നുണ്ടെങ്കിൽ ഇത് കൂർക്കം വലിക്ക് കാരണമായേക്കാം. അതുപോലെ തന്നെ രാത്രിയിൽ ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ട് ഉടനെ തന്നെ പോയി ഉറങ്ങിയാലും കൂർക്കം വലി ഉണ്ടാകുന്നുണ്ട്. കുട്ടികളിൽ കാണുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ടോൺസിൽസ്, വലിപ്പം കൂടിയ ടോൺസിൽസും അതുപോലെ തന്നെ അഡിനോയിഡ്സും വലുതാകുന്നത്. ഈ അഡിനോയിഡ്സ് ഇരിക്കുന്നത് മൂക്കിന്റെ പുറകു ഭാഗത്താണ്. ഇത് സാധാരണ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് പെട്ടെന്ന് വളരുന്നത്. 6 വയസ്സിന് ശേഷം ഇതിന്റെ വളർച്ച കുറഞ്ഞു വരും. ഈ ഒരു സമയത്താണ്, അതായത് 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് കൂർക്കം വലി കണ്ടുവരുന്നത്. അമിതമായ വണ്ണമുള്ളവരിൽ കഴുത്തിന് ചുറ്റുമുള്ള ഫാറ്റ് കൂടുതലായിട്ടുണ്ടാകും. ഇത് എയർവേസ് ബ്ലോക്ക് ഉണ്ടാകാനുള്ള ഒരു കാരണമാണ്. ഇതുകൊണ്ട് ഇവരിൽ കൂർക്കം വലി കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അമിതമായി മദ്യപിച്ചിട്ട് കിടന്നുറങ്ങുമ്പോൾ ആൽക്കഹോൾ മസിൽസിനെ കൂടുതലായിട്ട് റിലാക്സ് ചെയ്യിപ്പിക്കും. ഇതും ഒരു കാരണമാണ് കൂർക്കം വലിക്ക്. പുകവലിക്കുന്നവരിലും അതുപോലെ ഉറക്ക ഗുളിക കഴിച്ചിട്ട് കിടക്കുന്നവരിലും മലർന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ എയർവേസ് ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ചരിഞ്ഞു കിടന്നാൽ കൂർക്കം വലി കുറയ്ക്കാനായിട്ട് സാധിക്കും. കൂർക്കം വലി ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? കൂർക്കം വലിക്കുന്നവരെക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കൂർക്കം വലിക്കുന്നവരുടെ കൂടെ കിടക്കുന്നവരാണ്. ഉദാഹരണമായിട്ട് ഇപ്പൊ ഹസ്ബൻഡാണ് കൂർക്കം വലിക്കുന്നതെങ്കിൽ വൈഫിനായിരിക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുക. അതുപോലെ നേരെ തിരിച്ച് വൈഫാണ് കൂർക്കം വലിക്കുന്നതിന് ഹസ്ബൻഡായിരിക്കും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുക. ഈ ഒരു ബുദ്ധിമുട്ടല്ലാതെ സാധാരണ കൂർക്കം വലി കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ ചിലരിൽ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് എപ്പിനിയ എന്നൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഇതുള്ളവരിൽ കൂർക്കം വലിച്ചിട്ട് അതിന്റെ ശബ്ദം കൂടിക്കൂടി വരും, എന്നിട്ട് ചെറുതായിട്ടൊന്ന് നിൽക്കും. പിന്നെയും ഈ ശബ്ദം കൂടിക്കൂടി വന്നിട്ട് പിന്നെയും ഒന്ന് നിൽക്കും. ഈ സമയത്ത് ഇവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ് ചെയ്യുന്നത്. ഇതിനാണ് എപ്പിനിയ എന്ന് പറയുന്നത്. ഇതിന് കാരണം എയർവേസ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ആയി പോകുന്നതാണ്. ഈ എയർവേസ് ബ്ലോക്ക് ആകുമ്പോൾ ശരീരത്തിലെ ഓക്സിജന്റെ ലെവല് കുറയുകയും ഇത് ബ്രെയിൻ മനസ്സിലാക്കിയിട്ട് കൂർക്കം വലിക്കുന്ന ആളെ എഴുന്നേൽപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. 10 സെക്കൻഡ് നേരെ ശ്വാസം നിന്നു പോകുന്നു. കൂർക്കം വലിച്ച് സ്റ്റോപ്പ് ആകുന്നു. ഈ ഒരു സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ ബ്രെയിൻ അത് മനസ്സിലാക്കി നമ്മളെ ഉണർത്തുന്നു. ഇത് ഇങ്ങനെ പലതവണ ഉണ്ടാകുന്നു. സിവിയർ കേസുകളിലൊക്കെ ആണെങ്കിൽ 1 മണിക്കൂറിൽ 30 അതിൽ കൂടുതലോ തവണ ഇങ്ങനെ എപ്പിനിയ ഉണ്ടാകുന്നുണ്ട്. ഓരോ തവണ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ആവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഓരോ തവണയും ഓക്സിജന്റെ അളവ് ശരീരത്തിൽ നിന്ന് കുറയുകയാണ്. അപ്പോൾ ഹാർട്ട് കൂടുതൽ ശക്തിയിൽ പമ്പ് ചെയ്യുകയും വേണം. ഇങ്ങനെ പല പ്രശ്നങ്ങളും ഈ ഒരു എപ്പിനിയ മൂലം ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ പലവട്ടം ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കേണ്ടി വരുന്നത് കൊണ്ട് ഇവർക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരിയായ രീതിയിൽ ഉറങ്ങാത്തതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നുണ്ട്.
ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇവർക്ക്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഹാർട്ട് പമ്പ് ചെയ്യാനുള്ള പ്രഷർ കൂടുതലായിരിക്കും. അതുപോലെ ഡ്രൈവറൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇവർ ഡ്രൈവിംഗ് സമയത്ത് ഉറങ്ങിപ്പോകാനും ആക്സിഡൻസ് ഒക്കെ ഉണ്ടാകാനുമുള്ള സാധ്യതയുണ്ട്. ബസ്സിലിരുന്ന് ഉറങ്ങിപ്പോകുന്നു, ആകെ അസ്വസ്ഥത, ക്ഷീണം, ഒരു കാര്യവും കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, തലവേദന എന്നീ പലതരം ലക്ഷണങ്ങളും ഉണ്ടാകുന്നു. ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് എപ്പിനിയ ശരിയായ ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ രക്തസമ്മർദ്ദം കൂട്ടാനും രക്തത്തിൽ ഷുഗറിന്റെ അളവ് കൂട്ടാനും സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കൂർക്കം വലിയുടെ ട്രീറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അമിതവണ്ണം ഉള്ളവർ അത് കുറയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പല പഠനങ്ങളും ഇത് തെളിയിച്ചിട്ടുണ്ട്. അമിതവണ്ണം ഉള്ളവരിൽ വണ്ണം കുറയ്ക്കുമ്പോൾ കൂർക്കം വലി കുറയുന്നതായിട്ട്. 10% ബോഡി വെയിറ്റ് കുറച്ചാൽ 25% കൂർക്കം വലി കുറയ്ക്കാമെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ 100-90 കിലോയോ ഒക്കെ ബോഡി വെയിറ്റ് ഉള്ളവർ ഇപ്പോൾ 90 കിലോ ആണെങ്കിൽ കുറച്ചിട്ട് ഒരു 80 ആക്കിയാൽ അവരിൽ 25% കൂർക്കം വലി കുറയുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ രാത്രി ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ട് നേരത്തെ പെട്ടെന്ന് തന്നെ ചെന്ന് കിടന്നിട്ട് ഉറങ്ങാതിരിക്കുക, മദ്യപാനം, പുകവലി എന്നിവ ഒഴിവാക്കുക. അതുപോലെ തന്നെ ചരിഞ്ഞു കിടന്നിട്ട് ഉറങ്ങുക. അപ്പർ എയർവേസിൽ ബ്ലോക്ക് ആകുന്നതാണല്ലോ കൂർക്കം വലിക്ക് കാരണം. ഇത് കാരണം അപ്പർ എയർവേസിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് റിമൂവ് ചെയ്താൽ കൂർക്കം വലി കുറയ്ക്കാനായിട്ട് സാധിക്കും. അതായത് മൂക്കിലുണ്ടാകുന്ന ഫോളിപ്സ് റിമൂവ് ചെയ്യുകയും അതുപോലെ തന്നെ മൂക്കിന്റെ പാലമൊക്കെ വളഞ്ഞിരിക്കുന്നവരിലാണെങ്കിൽ അത് നേരെയാക്കിയാൽ കൂർക്കം വലി കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇനി കുട്ടികളിൽ കൂർക്കം വലി കൊണ്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ടോൺസിൽസും അതുപോലെ അഡിനോയിഡ്സും റിമൂവ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ പറഞ്ഞേക്കാം. ഇത് കൂർക്കം വലി കുറയ്ക്കാനായിട്ട് കൂർക്കം വലിയുള്ള എല്ലാ കുട്ടികളിലും നിർദ്ദേശിക്കാറില്ല. കാരണം കൂർക്കം വലി മൂലം വല്ലാണ്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന കുട്ടികൾക്ക് മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ നിർദ്ദേശിക്കാറുള്ളത്. 2 തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ഒന്ന് ക്യാപ്പ് മെഷീൻ വെച്ചിട്ടുള്ള ട്രീറ്റ്മെന്റും പിന്നെ സർജറി ഇപ്പം പറഞ്ഞ പോലെ കുട്ടികൾക്ക് ഓപ്ഷനായിട്ട് നിർദ്ദേശിക്കുന്നതാണ്. ഇനി ക്യാപ്പ് മെഷീൻ വെച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ആർക്കാണ് കൊടുക്കുന്നത്? ഇത് നേരത്തെ പറഞ്ഞ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് എപ്പിനിയ ഉള്ള അതിൻ്റെ ലക്ഷണങ്ങളും സിംറ്റംസും ഉള്ള പേഷ്യൻസിനാണ് ഡോക്ടറിനെ സമീപിക്കുമ്പോൾ ഡോക്ടർ ഈ ഒരു ട്രീറ്റ്മെന്റ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ എപ്പിനിയ ആയിട്ട് വരുന്ന പേഷ്യൻസിൻ്റെ സ്ലീപ്പ് സ്റ്റഡി ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതായത് ഉറക്കത്തിൽ എത്ര തവണ ശ്വാസം നിർത്തുന്നുണ്ട് എന്നും അതുപോലെ തന്നെ ഓക്സിജന്റെ ലെവല് ഇതൊക്കെ നോക്കാനായിട്ട് കഴിയും. ഇങ്ങനെ എപ്പിനിയ ഉള്ളവർക്ക് ക്യാപ്പപ്പ് എന്നൊരു മെഷീൻ കൊടുക്കുന്നു. ഇതിൽ ഒരു മാസ്ക് ഉണ്ട്. എന്നിട്ട് ഉറങ്ങുമ്പോൾ ഈ ഒരു മാസ്ക് മുഖത്ത് വെച്ചിട്ട് വേണം കിടക്കാനായിട്ട്. ഈ മാസ്ക് ഈ ഒരു ക്യാപ്പപ്പ് മെഷീനായിട്ട് കണക്ട് ചെയ്തിരിക്കും. ഉറങ്ങുമ്പോൾ ഈ മെഷീൻ ചെറിയ രീതിയിലുള്ള പ്രഷറിൽ എയർ മൂക്കിലേക്ക് കൊടുക്കുന്നു. അതായത് നമ്മൾ കൂർക്കം വലിച്ചിട്ട് നിർത്തുന്ന ആ ഒരു സമയത്ത് ഈ ഒരു മെഷീനിന് അത് മനസ്സിലാവുകയും ആ ഒരു സമയം നമ്മുടെ മൂക്ക് അടഞ്ഞു പോകാതെ, എയർവേസ് അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പ്രഷറിൽ എയർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് എയർവേസ് ഓപ്പൺ ചെയ്ത് നിർത്താനായിട്ട് സഹായിക്കുന്നു. സ്ലീപ്പ് എപ്പിനിയ ഉള്ളവർക്ക് ക്യാപ്പപ്പ് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ സാധാരണ കൂർക്കം വലി ഉള്ളവർക്കല്ല, നമ്മളിപ്പം പറഞ്ഞ പോലെ ഈ സ്ലീപ്പ് എപ്പിനിയ ഉള്ളവർ അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഡ്രൈവ് ചെയ്യാതിരിക്കുക. കാരണം ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് നമ്മൾ ഉറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സമയത്ത് ആക്സിഡൻസ് ഒക്കെ ഒരുപാട് ഉണ്ടാകും. ഇപ്പം നമുക്ക് മാത്രമായിരിക്കില്ല, ഇപ്പം നമ്മുടെ കൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കൂടെ ഉണ്ടായിരിക്കുന്നവർക്കും അതുപോലെ ആ സമയത്ത് റോഡ് ഉപയോഗിക്കുന്നവർക്കുമൊക്കെ ഈ ഒരു ആക്സിഡൻറ്റിന് ഇരയായിരിക്കും. അപ്പം അത് കാരണം നമ്മൾ ഈ എപ്പിനിയയുടെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഡ്രൈവ് ചെയ്യാതിരിക്കുക. ഇനിയൊരു കാര്യം, കൂർക്കം വലി മാറാനായിട്ട് ഇതുവരെ മരുന്നുകളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. മരുന്നുകൾ കഴിച്ച് കൂർക്കം വലി ഒഴിവാക്കാനായിട്ട് പറ്റുന്നതല്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചും അതുപോലെ തന്നെ ഈ സ്ലീപ്പ് എപ്പിനിയ എന്നൊരു രോഗത്തിന് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ശരിയായ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് അത് മാറ്റുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സാധാരണ കൂർക്കം വലിക്കാരും ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, അമിതവണ്ണമൊക്കെ ഉള്ളവർ അത് കുറയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കൂർക്കം വലി കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക.